വെൽക്കം ടു BSc ഫിസിക്സ് മാഗ്നറ്റിസം. നമ്മൾ ഒരു ടൊറോയിഡൽ റിങ്ങിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തു. മാഗ്നറ്റൈസിങ് കറണ്ട് എന്താണെന്ന് പറഞ്ഞു. ഡയലക്ട്രിക് മെറ്റീരിയൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എടുത്തു വെച്ചാൽ ഡയലക്ട്രിക് പോളറൈസേഷൻ നടക്കുന്നതിന് ഇക്വലൻ്റായിട്ട് മാഗ്നറ്റിസത്തിലുള്ള പ്രക്രിയയായി സർഫസ് കറണ്ട് മോഡൽ ഇപ്പോൾ കോറ് ഫ്രീ സ്പേസ് ആണെങ്കിൽ ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു ടൊറോയിഡൽ റിങ് അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B = μ0 Ni/L. ഒരു ഫെറോ മാഗ്നറ്റിക് കോർ, അയൺ കോറോ വല്ലോ ആണെങ്കിൽ ഈ അയൺ കോറ് മാഗ്നറ്റൈസ്ഡ് ആകും. അപ്പം അയൺ കോറിൻ്റെ സർഫസിൽ ഈ സോളിനോയിഡിൻ്റെ അതേ രീതിയിൽ അല്ലെങ്കിൽ ടൊറോയിഡിൻ്റെ അതേ രീതിയിലൊരു പുതിയ കറണ്ട് ജനറേറ്റഡ് ആകുന്നു ഡ്യൂ ടു ദി ഇലക്ട്രോഡ് മോഷൻ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ സർഫസ് കറണ്ട് എന്ന് പറയും. അപ്പോൾ ഈ സർഫസ് കറണ്ട് ഈസ് ഈക്വലൻ്റ് ടു എ ടൊറോയിഡൽ റിംഗ് ഓർ എ സോളിനോയിഡ്. അതുകൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni/L ഓഫ് എസ് സർഫസ് കറണ്ട്. എങ്കിൽ ആ ടൊറോയിഡൽ കോറിലെ ഫെറോ മാഗ്നറ്റിക് കോറിനുള്ളിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിൻ്റെയും കൂടെ സം ആണെന്ന് കണ്ടു. B = μ0 Ni/L പ്ലസ് μ0 Ni/L ഡ്യൂ ടു ദി സർഫസ് കറണ്ട്. ഇതിൽ Ni/L ഇത് സോളിനോയിഡ് മാഗ്നറ്റൈസ് ചെയ്യുന്ന കോയിൽ, സോളിനോയിഡോ ടൊറോയിഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലെ ആക്ച്വൽ കറണ്ടായത്. അപ്പോൾ ഇത് സോളിനോയിഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൊറോയിഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത് സർഫസ് കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൽ Ni/L അതിനെ H എന്നാണ് വിളിക്കുക. അവിടെ μ0 എടുക്കുന്നില്ല. μ0 ഇല്ലാത്തത് കൊണ്ട് സറൗണ്ടിങ് മീഡിയത്തിന്, അത് ഏത് മീഡിയത്തിലാണോ ഈ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി അവിടെ വരുന്നില്ല. അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യും. ദറ്റ് ഈസ് കോൾഡ് H, ഇൻറ്റൻസിറ്റി ഓഫ് ദി മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വിളിക്കുന്നു. μ0 Ni/L ഓഫ് ഡ്യൂ ടു ദി സർഫസ് കറണ്ട്. ഇതിന് പറയുന്ന പേരാ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ആ സ്പെസിമെൻ മാഗ്നറ്റൈസ്ഡ് ആയിരിക്കുന്നതിൻ്റെ അളവായത്. അപ്പോൾ സർഫസ് കറണ്ട്, ഈ കറണ്ട് കൊണ്ട്, ടൊറോയിഡിലെ കറണ്ട് കൊണ്ട് ആ സ്പെസിമെൻ്റെ സർഫസിലൊരു നെറ്റ് കറണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണുന്ന ഫാക്ടർ. ഇതിനെ നമ്മൾ I എന്ന് വിളിക്കും, ഇറ്റാലിക്സ് I. അതിനെ പറയുന്ന പേര് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ഫ്രീ സ്പേസ് ഒക്കെ ആണെങ്കിൽ ഈ ടൈം അങ്ങ് 0 ആകും. കാരണം ഫ്രീ സ്പേസിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട്, സർഫസ് കറണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. അവിടെ അയോണും ഫ്രീ ഇലക്ട്രോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫ്രീ സ്പേസിന് ഈ ഫാക്ടർ 0 അത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഈ I മാറും. അതിന് പറയുന്ന പേര് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. യൂണിറ്റ് ഈസ് ബിയുടെ യൂണിറ്റ് തന്നെയാണ്, Wb/m². ഇപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. B = μ0 Ni/L is H plus I. ഇതാണ് ഒരു
മാഗ്നറ്റൈസേഷൻ ഒരു കറണ്ട് ഉപയോഗിച്ച് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ആ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. ഇത് ഇലക്ട്രിസിറ്റിയിലെ D=ε0E+P. അവിടെ പി എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ വെക്ടർ. പിയുടെ സ്ഥാനത്ത് ഐ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഐക്ക് മാഗ്നറ്റിക് പോളറൈസേഷൻ്റെ ഇക്വലൻറ്റ് ക്വാണ്ടിറ്റിയാണ് എന്ന് പറയാം. ഇതിൽ അപ്പോൾ നല്ല മാഗ്നറ്റിക് മെറ്റീരിയലാണ് ഐ കൂടിയിരിക്കും, നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആകുക മെറ്റീരിയൽ. അപ്പോൾ ഇത് ഒരു പ്രത്യേകത ആ മെറ്റീരിയലിൻ്റെ ഒരു സ്വഭാവത്തെ കാണിക്കുന്നത്. ഇനി അപ്പോൾ എച്ചിന് പറയുന്ന പേര് മാഗ്നറ്റൈസിങ് ഫീൽഡെന്നും എച്ചിന് പറയുന്ന പേര് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. I is the intensity of magnetization. എച്ച് കൂടുമ്പോൾ ഐ കൂടണം. എച്ചിനനുസരിച്ച് ഐ വരുന്നത് മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫീൽഡിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ മാറും. സ്ട്രോങ് ഫീൽഡ് അപ്ലൈ ചെയ്താൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസേഷൻ സ്ട്രോങ് ആയിട്ട് നടക്കും. അപ്പോൾ ഈ ഐ എച്ചും കൂടെ ഉള്ള റേഷ്യോ സിഗ്നിഫിക്കൻ്റാണ്. ആ റേഷ്യോയ്ക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുക. അപ്പോൾ I/H എന്ന് പറയുന്ന റേഷ്യോ കൈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്നാണ് ഇതിന് പറയുക. അതല്ലോ ഇപ്പോൾ നമുക്ക് ഇതെടുത്ത് ഇവിടുന്ന് I=Chi into H എന്ന് എടുക്കാം. ദെൻ B=μ0H plus I. I is chi into H. Or that is B=μ0 plus chi into H. ഈ μ0 plus chi അതിനെ നമ്മൾ മ്യൂ എന്ന് വിളിക്കുന്നു. ദെൻ B=μH. ഈ മ്യൂവിന് പറയുന്ന പേര് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഇത് നമ്മൾ നേരത്തെ മാക്സ്വെൽസ് ഫീൽഡ് ഇക്വേഷൻസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വേർ മ്യൂ ഈക്വൽസ് μ0 പ്ലസ് chi. ഫ്രീ സ്പേസിന് chi 0 വരും. ഇതിനെ μ0 കൊണ്ടങ്ങ് അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. ഇതിനെ μ0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ μ/μ0 ഈക്വൽസ് 1 പ്ലസ് chi by μ0. μ/μ0യ്ക്ക് പറയുന്ന പേരാ റിലേറ്റീവ് പെർമിയബിലിറ്റി. ദറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് chi by μ0. So these are the essential formulae related with magnetization and magnetizing current. ഇത് ഡയലക്ട്രിക് പോളറൈസേഷൻ്റെ കൗണ്ടർ പാർട്ടാണ് ഈ മാഗ്നറ്റിസത്തിൽ. ഇനി നമുക്കിതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ കാണണം. എന്നിട്ട് അങ്ങോട്ട് ബാക്കി പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. താങ്ക് യു.